നമസ്കാരം, ഞാൻ ആദിലക്ഷ്മി. The more you practice the art of thankfulness, the more you have to be thankful for. വർത്തമാനകാലത്തിൽ നമുക്ക് വളരെയധികം പരിചിതമായ കുറച്ച് വാക്കുകളാണ് ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ് തുടങ്ങിയവ. വളരെ വേഗതയേറിയ ഒരു ജീവിതശൈലിയാണ് നമ്മളുടേത്. ഓരോ ദിവസവും ഒരുപാട് ആളുകളാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ അവരെ പിന്നീട് ഓർത്തുന്നു പോലും വരില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവരെ, നമ്മളെയേറെ സ്വാധീനിച്ചവരെ ഓർത്തുകൊണ്ട് അവരോട് കൃതജ്ഞതയുള്ളവരായിക്കൊണ്ട് വായനക്കാരിലേക്ക് ഒരു പുസ്തകം സമർപ്പിക്കുക. അതുവഴി വായനക്കാർക്കും തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടത്തിന് അവസരമൊരുക്കുക. അതെ, അത്തരത്തിലുള്ളൊരു പുസ്തകമാണ് ജോസഫ് എന്നംകുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ. എൻ്റെ ജീവിതത്തിലും ഒരുപാട് ആളുകൾ വന്നു. അങ്ങനെ വന്നവരെ, എന്നെ തൊട്ടവരെ, എന്നെ കുറേ കൂടി നല്ലൊരു മനുഷ്യനാകാൻ പ്രേരിപ്പിച്ചവരെ ഞാൻ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ ചാരന്മാർ എന്നാണ് എഴുത്തുകാരൻ ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ പലപ്പോഴായും സ്നേഹം തേടി യാത്ര ചെയ്യാറുണ്ട്. എന്നാൽ ആ യാത്രയുടെ എല്ലാം ഒടുക്കം നമ്മളിൽ തന്നെയായിരിക്കും. നമ്മളെ ഏറെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും പ്രചോദിപ്പിക്കുവാനും എല്ലാം നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകത്തിലൂടെ സെൽഫ് ലവ് എന്ന വാക്കിൻ്റെ യഥാർത്ഥമായ അർത്ഥതലം വളരെ ലളിതമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച യുവ എഴുത്തുകാരി നിമ്ന വിജയുടെ ആദ്യ പുസ്തകം നനയുവാൻ ഞാൻ കടലാകുന്നു. ഞാൻ തേടി നടന്ന സന്തോഷങ്ങൾ എൻ്റെ ഉള്ളിലാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ചില മനുഷ്യരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ പുസ്തകം നിറയെ എന്നാണ് എഴുത്തുകാരി ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഈ രണ്ട് പുസ്തകങ്ങൾ വായിച്ചവസാനിപ്പിക്കുമ്പോഴും നമുക്കിതിൽ ഒരുപാട് സാമ്യതകൾ അനുഭവപ്പെട്ടേക്കാം. തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവരെ, തങ്ങളേറെ സ്വാധീനിച്ചവരെ, തങ്ങളെ കുറേ കൂടി തങ്ങളാകുവാൻ സഹായിച്ച ഒരുപാട് ആളുകളെ പറ്റിയുള്ള ഓർമ്മകളാണ് ഈ രണ്ട് പുസ്തകങ്ങൾ നിറയെ. വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങളെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ഈ രണ്ട് പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമുക്കും ഒരുപാട് പരിചയമുള്ള കഥാപാത്രങ്ങളെ നമ്മളും കണ്ടുമുട്ടിയെന്ന് വരാം. അങ്ങനെ മാനുഷിക ബന്ധങ്ങൾക്ക് മൂല്യം കുറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ യുവ എഴുത്തുകാർ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നത് വളരെ പ്രസക്തമാണ്. യുവതലമുറയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് സ്വന്തം ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടത്തിനും ഒരു അവസരമൊരുക്കുകയാണ് ഇത്തരം പുസ്തകങ്ങൾ. അത്തരത്തിലുള്ളൊരു വായനാ അനുഭവം ഈ പുസ്തക സഞ്ചാരത്തിന് ആയേക്കാം. നന്ദി, നമസ്കാരം.